കാഴ്ച കാണാൻ പോവാ, ടൂര് പോവാ. കുറച്ച് കാലമായി ഫാമിലിയിൽ നമ്മളെല്ലാവരും കൂടി കൂടിയിട്ട് അങ്ങനെ വയനാട്ടിൽ ചെറിയമ്മൻ്റെ വീട്ടിൽ വന്ന് എല്ലാവരും കൂടിയപ്പോൾ എല്ലാവരും ഒന്ന് പ്ലാൻ ഇട്ട് ചുമ്മാ പുറത്ത് പോയി ഫുഡ് കഴിച്ച് ഒരു ഡ്രൈവിന് പോകാൻ വേണ്ടിയിട്ട് നമ്മൾ റെസ്റ്റോറൻറ്റിൽ പോയിട്ട് ഫുഡൊക്കെ ഓർഡർ ചെയ്ത് എല്ലാവരും വിശേഷങ്ങളും കറിയും പറഞ്ഞിരിക്കുകയാണ്. നമ്മൾ ന്യൂ ബേബി ആണെങ്കിൽ നല്ല ഉറക്കത്തിലായിരുന്നു. റെസ്റ്റോറൻറ്റിൽ തന്നെ ചെറിയ ഫ്രെഡിൽ നിന്ന് നമ്മൾ കുഞ്ഞു ബേബി സുഖമായിട്ട് കിടന്നിറങ്ങി. ആഫ്റ്റർ എ വെരി ലോങ് ഡിസ്കഷൻ എല്ലാവരും ബിരിയാണി ഓർഡർ ചെയ്യാൻ തീരുമാനിച്ചു. എന്ന് വെച്ചാൽ മീൽസ് ഒന്നും അവൈലബിൾ ഇല്ലായിരുന്നു. അതിൻ്റെ കൂടെ നമ്മൾ സാലഡ് ഓർഡർ ചെയ്തു. ഫസ്റ്റ് കഴിച്ച് കഴിഞ്ഞ ശേഷം നമ്മൾ ഡ്രൈവ് തുടങ്ങി. ഒത്തങ്ങ വഴി ഡ്രൈവ് പോകാനായിരുന്നു നമ്മൾ പ്ലെയിൻ റൂട്ട് പിടിക്കുന്നത്. നമ്മൾ കുഞ്ഞു കുട്ടികൾക്ക് കുറച്ച് എൻ്റർടൈൻമെൻറ്റ്, കുറച്ച് മാനുകളെയും അതേപോലെ തന്നെ എലിഫൻ്റൊക്കെ കാണാൻ കിട്ടണമെങ്കിൽ നല്ല രസമല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ചെറിയ ഡ്രൈവ് കാട്ടുകൂടിയാക്കിയത്. പോകുന്ന വഴിക്ക് കുട്ടി മങ്കി ബേബിനെ കണ്ടു. ഭയങ്കര ക്യൂട്ടായിരുന്നു കേട്ടോ. എന്തൊരു ക്യൂട്ടത്. കുറച്ചായിട്ടുള്ളൂ അമ്മ ജെൻഡർ പ്രഡിക്ഷൻ നടത്തിയ അതിന്റെ അത്ര കാട്ടുകൂടി പോകുന്ന സമയത്തുണ്ടല്ലോ ഞാനിങ്ങനെ ആഗ്രഹിച്ചിരിക്കലായിരുന്നു ഒരു ആനേനെങ്കിലും കണ്ടാലോ എന്നുള്ള രീതിയിൽ. പക്ഷെ ഞാൻ ആഗ്രഹിച്ചത് വേസ്റ്റ് ആയില്ല കേട്ടോ. നമ്മൾ കുറച്ച് മുന്നോട്ട് പോകുന്ന സമയത്തുണ്ട് കാട്ടിൽ ഒരു ആന ഫാമിലിനെ തന്നെ നമ്മൾ കണ്ടു. അതിന് ബാക്കിലുണ്ട് ഒരെണ്ണം. എത്ര വലുതായാലും നമ്മളൊരു കാട്ടു പോകുന്ന സമയത്ത് എലിഫൻസിനെ കാണുമ്പോൾ അല്ലെങ്കിൽ ഒരു മാനിനെ കാണുമ്പോൾ ഭയങ്കര എക്സൈറ്റ്മെന്റ് തന്നെയാണ്. അതേ എക്സൈറ്റ്മെന്റ് ആയിരുന്നു ഞാൻ. ജെൻഡർ എനിക്കറിയില്ല. കൊമ്പില്ല. അപ്പോ ലേഡിയാ. ആനനെ കണ്ട് കുറച്ച് മുന്നോട്ട് പോയി നമ്മൾ വീണ്ടും തിരിച്ച് യൂട്ടേൺ എടുത്ത് വന്നു. ആന അങ്ങനെ റോട്ട് കയറിയിട്ടുണ്ടോ നോക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ കുറേ മുന്നോട്ട് പോയതുകൊണ്ട് 50-50 ചാൻസസ് ആയിരുന്നു കാണാൻ വേണ്ടിയിട്ട്. പക്ഷെ നമ്മൾ യൂട്ടേണിൽ തിരിച്ച് വന്നപ്പോൾ ശരിക്കും പറഞ്ഞാൽ വേസ്റ്റ് ആയിരുന്നു. അതാ നമ്മൾ ആന ഫാമിലി റോഡ് ക്രോസ് ചെയ്തുകൊണ്ടിരിക്കില്ലായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ കുറച്ചുകൂടി മുന്നോട്ട് പോയപ്പോൾ ഉണ്ട് നമ്മൾ വേറെ എലിഫൻസിനെ കാണാൻ. നമ്മൾ ഭയങ്കര ലക്കി ആയിരുന്നു കേട്ടോ. കുറേ എലിഫൻസ് കാണാൻ പറ്റി നമുക്ക്. അത് ബേബി ബോയാ. അടുത്തത് പെൺകുട്ടി ഉണ്ടാവും ഞാൻ പ്രാർത്ഥിക്കാം. സൈറ്റ് സീയിങ് ഒക്കെ കഴിഞ്ഞ ശേഷം ക്ഷീണം തീർക്കാൻ വേണ്ടി നമ്മൾ എല്ലാവരും കൂടി ഒരു ചൂടുള്ള ചായ കുടിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ തിരിച്ചു പോകുന്നവയ്ക്ക് നമ്മളൊരു ഷോപ്പ് കയറിയിട്ട് ചായയും പുക്കുവടിയും ചമ്മന്തിയൊക്കെ ഓർഡർ ചെയ്ത്. പുക്കുവടി ചമ്മന്തി അവിടുത്തെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. കുറച്ച് സ്പൈസി ആയിരുന്നു കേട്ടോ, പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ ചായ നല്ല കിടക്കാച്ചി ടേസ്റ്റ് ആയിരുന്നു ചായക്ക്. അത് കഴിഞ്ഞ് നമ്മൾ തിരിച്ച് വീട്ടിൽ പോകുന്ന വഴിക്ക് എനിക്ക് ഡ്രസ്സ് നോക്കാൻ വേണ്ടിയിട്ട് ഞാൻ സ്റ്റുഡിയോ കയറി. അങ്ങനെ ഞാൻ കുറച്ച് ഡ്രസ്സ് എടുത്ത് ട്രൈ ചെയ്യാൻ തീരുമാനിച്ചു. പക്ഷെ എനിക്ക് അത്ര സെറ്റ് ആവാത്തതുകൊണ്ട് തന്നെ ഞാൻ ടൈം വേസ്റ്റ് ആക്കാണ്ട് തിരിച്ച് വീട്ടിലോട്ട്. ശരി, ഇനി അടുത്ത വീഡിയോ കാണാം. അതുവരെ ബൈ, ടേക്ക് കെയർ.